ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഹജ്ജിന് പോകുന്ന എവിടെ നിന്നായിരുന്നു? പള്ളിയിൽ. ഞങ്ങളുടെയൊക്കെ നാട് ഗ്രാമപ്രദേശമാണ്. 10, 15, 20 പേര് ഹജ്ജിന് പോകാനുണ്ടാവും. ആ പ്രദേശത്തുള്ള എല്ലാവരും അവിടെ കൂടും. പള്ളിക്കകത്ത് ഒരു വലിയ ജനാവലി, അതിൽ വെച്ച് അവരെ യാത്രയയപ്പും. എല്ലാവരും മുസാഫഹത്ത് ചെയ്യും. പോകുന്ന ആളുകള് 10 രൂപയുടെ നോട്ട് ചില്ലറ മാറി വെക്കും. നോട്ട് 10 രൂപയുടെ 10,000 രൂപ ചില്ലറ എന്ന് പറഞ്ഞാൽ നോട്ടാക്കി 10 രൂപ നോട്ടാക്കി വെക്കും. അവിടെ നിൽക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഹദിയ കൊടുക്കും. എന്നിട്ട് അവിടെ നിൽക്കുന്ന പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ 10 രൂപ വെച്ച് കൊടുക്കും. അന്ന് 10 രൂപ എന്നിട്ട് 100 രൂപയാണ്. അതിങ്ങനെ കൊടുത്ത് എല്ലാവർക്കും വളരെ സന്തോഷമാവും. എന്നിട്ട് അവര് വാഹനത്തിലേക്ക് കയറും. ഒരുമിച്ച് വാഹനങ്ങൾ നീങ്ങും. ആ വാഹനങ്ങൾ നീങ്ങുമ്പോൾ പള്ളി എന്ന് ബാങ്ക് മുഴങ്ങും. ആ സമയത്തുള്ള ബാങ്ക് കേട്ടാൽ അന്ന് ആളുകൾക്ക് മനസ്സിലാകാം ഏതെങ്കിലും ആളുകൾ പള്ളി ആക്രമിച്ചിട്ടുണ്ട്. അത് വളരെ കുറവായിരുന്നു. ഏറ്റവും പ്രധാനമായി അവർ മനസ്സിലാക്കുന്നത് പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അത് ഹജ്ജ് സമയത്താണ്. അത് ഹാജിമാരെ യാത്രയാക്കുന്നു എന്നുള്ളതാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും വഴിയരികിൽ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും ഹജ്ജിന് യാത്ര പോകുന്നവരെ. ഇത് പണ്ട് 1900 അന്നത്തെ കഥയല്ല പറയുന്നത്. എന്റെയൊക്കെ ചെറിയ പ്രായത്തിലുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്. അവര് പരിശുദ്ധമായ ഹജ്ജിന് പോയി ബാങ്ക് മുഴക്കും. കാരണം യാത്രക്കാരൻ പോകുമ്പോ അതിന്റെ പിന്നിൽ ബാങ്ക് കൊടുക്കണമെന്നാണ്. അത് സുന്നത്തായ ഒരു സന്ദർഭമാണ്. തിരിച്ചവര് ഹജ്ജിന് പോയിട്ട് വരുന്ന ഡേറ്റ് അറിയുമ്പോ ഇതേ ജനാവലി പള്ളിയിൽ തടിച്ചിട്ടുണ്ടാവും. ആ പള്ളിയിൽ തടിച്ചുകൂടി എല്ലാ ആളുകളും ഹാജിമാര് വരും. പള്ളിയിൽ വരുന്നവർക്കൊക്കെ ഈത്തപ്പഴവും സംസം വെള്ളവും കൊടുക്കും. അവര് സന്തോഷത്തോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തും. അവര് മുആനക്ക ചെയ്ത് മുസാഫഹ ചെയ്ത് സന്തോഷത്തോടെ അവർ വീടുകളിലേക്ക് പോകും. ഇത് പണ്ടുണ്ടായിരുന്നു. പണ്ടുള്ളതൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പരാജയങ്ങളും അപജയങ്ങളും സംഭവിച്ചിരിക്കുന്നത്.